പപ്പായ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്തണം. കുറച്ച് വെള്ളം, പാകത്തിന് ഉപ്പ്. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകും വെളുത്തുള്ളി ചുമന്നരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിമുളക് ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലയുണ്ട്. വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. പപ്പായയിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് തക്കാളി വേവിക്കണം കേട്ടോ. തക്കാളി കറി ഉണ്ടാക്കാനാണ്. തേങ്ങ ചെറുകിയത് അരച്ചെടുക്കാം തക്കാളി കറിക്ക് വേണ്ടിയിട്ട്. നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഒന്നും വേറെ ചേർക്കുന്നില്ല. വെള്ളം കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചുകൊണ്ടിട്ട് അത് ഒഴിക്കണം. അപ്പോൾ ചേർത്ത് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയത്ത് ഞാൻ താളിച്ചിടാൻ വേണ്ടിയിട്ട് കടുക് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് കൊടുത്തു. ഒരു നുള്ളു നല്ല ജീരകം. അപ്പോൾ തന്നെ കറിവേപ്പില അപ്പം ചെയ്യാം. അതെ നമ്മുടെ തക്കാളിക്കറി റെഡി. സിമ്പിളാണ്. പറഞ്ഞ പോലെ അധികം പാചകം പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പറ്റിയ ഈസി ആയിട്ടുള്ള കറികളുണ്ട്. മുത്തളിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. മുത്തള് കുടങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കേട്ടോ. ഈ സമയത്ത് നല്ലോണം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇല തോരനാക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ നോക്കി വരട്ടെ. അതേപോലെ ചെറിയ ഉള്ളി പച്ചമുളക് ഉണ്ട്. അത് ചെറിയ എത്രയും മൂത്താൽ മതിട്ടാ. നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഒരു നല്ല ഉപ്പ്. ഇതിലേക്ക് മുട്ട ചേർക്കണം കേട്ടോ. ഇപ്പോൾ 2 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്തിരി തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉണ്ടാവും. തേങ്ങ ഇട്ടു. ഇനി മുട്ട. നമ്മുടെ മുത്തളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. ചോറാണ് കേട്ടോ. ലഞ്ചാണ്. പപ്പായ ഉപ്പേരി, തോരൻ ആണതാ. ഇതാണ് കേട്ടോ ലഞ്ച്. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട് അമ്പഴങ്ങയുടെ അച്ചാറും.